ആപ്കി അദാലത്ത് പരിശോധിക്കുന്നു. വിവാദങ്ങളിൽ പെട്ടിരിക്കുന്ന ബിസിനസ് തലവൻ ഗൗതം അദാനിക്ക് നേരെയുള്ള ആരോപണം, അതായത് ഇദ്ദേഹം ബിസിനസ്സിലെ കറുത്ത കുതിരയാണോ? ഗൗതം സർ, ഇത്രയും സമയം ഞാൻ താങ്കളോട് രാഹുൽ ഗാന്ധിയെ പറ്റി ചോദിച്ചു. പക്ഷെ താങ്കൾ മാർവേഷം ചെയ്യുന്ന ആളാണ്. രാഹുൽ ഗാന്ധി തന്റെ ഭാരത് ജോഡോ യാത്രയിൽ RBIയുടെ ഫോർമർ ഗവർണർ രഘുറാം രാജന്റെ അടുത്ത് സംസാരിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഞാൻ പാർലമെന്റിലുള്ള ഒരു വാച്ച്മാനോട് സംസാരിച്ചു. ആ വാച്ച്മാനോടല്ല, യഥാർത്ഥ വാച്ച്മാനോട്. അപ്പോഴാ വാച്ച്മാൻ രാഹുൽ സാറിനോട് പറഞ്ഞെന്ന് അദ്ദേഹം 4 വർഷത്തിന് മുൻപ് അഡാനിയുടെ ഷെയർ വാങ്ങിച്ചിരുന്നെന്ന്, നിറയെ ലാഭം കിട്ടി ഇപ്പോൾ ലക്ഷാധിപതിയായി മാറിയെന്ന്. അദ്ദേഹം താങ്കളെ പ്രശംസിച്ചിരിക്കുക. അദ്ദേഹം ഏത് സന്ദർഭത്തിലാ ഇങ്ങനെയൊക്കെ സംസാരിച്ചതെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ ഞാൻ അറിഞ്ഞിടത്തോളം ഏതൊരു സാധാരണ മനുഷ്യനും, അയാൾ ചെറിയ ഇൻവെസ്റ്റർ ആവട്ടെ അല്ലെങ്കിൽ വലിയ ഇൻവെസ്റ്റർ ആവട്ടെ, അവൻ അദാനി ഗ്രൂപ്പിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ട് അവൻ അതിൽ നിന്ന് പൈസ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായും എനിക്ക് സന്തോഷമുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് ഞാൻ എന്താ പറയുന്നതെന്ന് വെച്ചാൽ, രാഹുൽജി അദ്ദേഹത്തിൻ്റെ അടുത്ത് സാധാരണമായിട്ടായിരിക്കും പറഞ്ഞിട്ടുള്ളത്. പക്ഷേ അതിൽ നിന്ന് എന്ത് ഔട്ട്കമാണോ എനിക്ക് കിട്ടിയത്, അതെനിക്ക് ഫേവറബിൾ ആണോ ഇല്ലേ എന്നുള്ളതൊന്നും എനിക്കറിയില്ല. ഇത് താങ്കൾക്ക് ഫേവറായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം കോൺഗ്രസ് ആലോചിക്കുമ്പോൾ, രാഹുൽ ഗാന്ധി ആലോചിക്കുമ്പോൾ, ആ സമയത്ത് താങ്കൾ രാജസ്ഥാനിൽ രാഹുലിന്റെ പാർട്ടിയുടെ ഗവൺമെന്റിൽ അശോക് ഗെഹ്ലോട്ടിന് വേണ്ടി 68,000 crore ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നും. രാജസ്ഥാനിൽ നല്ല പൊട്ടൻഷ്യൽ ഉണ്ട്. രാജസ്ഥാൻ മാത്രമല്ല, ഏതൊക്കെ സ്റ്റേറ്റിൽ എന്തൊക്കെ പൊട്ടൻഷ്യൽ ഉണ്ടെങ്കിലും അതിനുവേണ്ടി അദാനി ഗ്രൂപ്പ് എന്ത് ഡെവലപ്മെന്റ് ചെയ്യാനും തയ്യാറാണ്. നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ, മീഡിയയും ഇതിൽ കോൺട്രവേഴ്സി ചെയ്യാനാണ് നോക്കുന്നത്. ഇതേ വിഷയം ഞാൻ ഒരിക്കൽ കൂടെ കേട്ടിരുന്നു. ഈവൻ രാഹുൽ ഗാന്ധി സാർ ഒരു പ്രസ് കോൺഫറൻസിൽ വെച്ച് എൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ച് നല്ല ഒരു അഭിപ്രായമാണ് പറഞ്ഞത്. അതുകൊണ്ട് രാഹുൽ ഗാന്ധിയെക്കുറിച്ച് സംസാരിക്കണമെങ്കിൽ അദ്ദേഹം നാട്ടിൻ്റെ ഡെവലപ്മെൻറ്റിന് എഗൻസ്റ്റ് ആയിട്ടല്ല നിൽക്കുന്നത്. എൻ്റെ തത്വം എന്താണെന്ന് വെച്ചാൽ, എല്ലാ സ്റ്റേറ്റിലേക്കും പോയി എവിടെയൊക്കെ പോസിബിൾ ആണോ അവിടെ മാക്സിമം ഇൻവെസ്റ്റ്മെന്റ് ചെയ്യും. അദ്ദേഹം ഡെവലപ്മെന്റ് എതിർക്കുന്നില്ലെന്നാണ് താങ്കൾ പറയുന്നത്. പക്ഷേ കോൺഗ്രസ് പാർട്ടിയുടെ മുദ്രാവാക്യം ജനങ്ങൾ വീതിയിലുമായി അദാനി ആഘോഷിക്കുകയും ചെയ്യുന്നു. ഇത് നോക്കൂ, നിങ്ങൾ എന്ത് പൊളിറ്റിക്കൽ നറേറ്റീവ് വേണമെങ്കിലും പറഞ്ഞോളൂ. അൾട്ടിമേറ്റ്ലി നിങ്ങളൊരു കാര്യം പറയും എൻ്റെ അടുത്ത്, അവർ പറയുന്ന കുറ്റങ്ങളിൽ ഒന്ന് പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻ്റ് ആണ്, എന്നിട്ട് മറ്റത് ജെന്യുവൻ ആയിട്ടുള്ള ഒരു കുറ്റം തന്നെയാണ്. പബ്ലിക് ഡിസൈഡ് ചെയ്യട്ടെ, നിങ്ങൾ ഡിസൈഡ് ചെയ്യൂ ഞങ്ങൾ ചെയ്യുന്ന ജോലിയുടെ റിയാലിറ്റി എന്താ, സത്യം എന്താന്ന്. എൻ്റെ ഊഹം ശരിയാണെങ്കിൽ ഇന്നൊരു തീരുമാനത്തിലെത്തും. കാരണം താങ്കൾ തന്നെ നോക്കിക്കോ, കോൺഗ്രസ് ഒരു സൈഡിൽ ആലോചിക്കുകയാണ്, മറ്റൊരു സൈഡിൽ അശോക് ഗെഹ്ലോട്ട് താങ്കളെ ഇൻവൈറ്റ് ചെയ്യുകയാണ്. 68 crore താങ്കൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു. അതുകൊണ്ട് അശോക് ഗെഹ്ലോട്ടിനെ ഒരു മാന്ത്രികനാണെന്നാണ് കരുതിയത്. പക്ഷെ പിന്നീട് മനസ്സിലായി അത് താങ്കളാണെന്ന്. അശോക് ഗെഹ്ലോട്ടിന്റെ ഇപ്പോൾ ഉള്ള സർക്കാരല്ല, പണ്ടത്തെ കാലത്തുള്ള സർക്കാർ ഞാൻ രാജസ്ഥാനിൽ മേജർ ലെവലിൽ ഒരു ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാമെന്ന് തീരുമാനിച്ചു. അശോക് ഗെഹ്ലോട്ട് സാറിന്റെ ഗവൺമെന്റ് ഞങ്ങൾക്ക് വേണ്ടി പവർ പ്രോജക്റ്റ് നിർമ്മിക്കാനുള്ള ലാൻഡ് തന്നിരുന്നു. മൈനിങ്ങിന് വേണ്ടി MDOന്റെ കൂടെ ഒരു കോൺട്രാക്റ്റും സൈൻ ചെയ്തു. എല്ലാം ത്രൂ ബിഡിംഗാണ് നടന്നിരിക്കുന്നത്. ബിഡിങ്ങിന്റെ പുറത്താ നടന്നെന്ന് ആരെ കൊണ്ടും പറയാൻ പറ്റില്ല. പോളിസിയുടെ അകത്ത് തന്നെയാണ് അദ്ദേഹം ഞങ്ങളെ ഹെൽപ്പ് ചെയ്തത്. അതും ഗവൺമെന്റ് പോളിസിയുടെ അകത്ത് തന്നെയായിരുന്നു. കാരണം അദ്ദേഹത്തിന്റെ ചിന്തയും നേർവഴിക്കുള്ളതാ. നിങ്ങളൊരു സീരിയസ് പ്ലെയർ ആയിരിക്കുമ്പോൾ നിങ്ങൾ പോളിസിയുടെ അകത്ത് തന്നെ ചെയ്യേണ്ടി വരും. അപ്പോൾ എനിക്ക് എന്താ തോന്നുന്നതെന്ന് വെച്ചാൽ, കോൺഗ്രസിന്റെ കൂടെ, അശോക് ഗെഹ്ലോട്ടിന്റെ കോൺഗ്രസ് സർക്കാരിന്റെ കൂടെ ഞങ്ങൾ കേരളത്തിലെ ലെഫ്റ്റ് ഗവൺമെന്റിന്റെ കൂടെയും പണിയെടുക്കുന്നുണ്ട്. മമതാ ദീദിയുടെ കൂടെയും ജോലി ചെയ്യുന്നുണ്ട്. ഈവൻ നവീൻ പട്നായക്, നമ്മുടെ ജഗൻ, ഈവൻ KCR. പക്ഷേ പല സ്ഥലത്തും ഞങ്ങളുടെ ജോലി നടക്കുന്നുണ്ട്. പലയിടത്തും പല സർക്കാരാണ് ഉള്ളത്. ചില സ്ഥലങ്ങളിൽ റീജിയണൽ പാർട്ടീസ്, കോൺഗ്രസ് ഉണ്ട്, ലെഫ്റ്റ് പാർട്ടീസ് ഉണ്ട്. അത് കാരണം എനിക്ക് തീർച്ചയായും പറയാൻ കഴിയും, ഒരു ഗവൺമെന്റുമായിട്ട് എനിക്ക് ഒരു പ്രശ്നവും ഇല്ലെന്ന്. അതുകൊണ്ട് ഇങ്ങനത്തെ സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ വരുമ്പോൾ അത് എവിടെ ഇരിക്കണോ അവിടെ തന്നെ ഇരിക്കട്ടെ. നിങ്ങളൊരു സീരിയസ് പ്ലെയർ ആണെങ്കിൽ, നിങ്ങളുടെ വാക്ക് നിലനിർത്താനുള്ള കഴിവുണ്ടെങ്കിൽ, നിങ്ങൾ ഓരോ സ്റ്റേറ്റിനും കൊടുക്കുന്ന വാക്കുകൾ, ആ വാക്കിന് ഏറ്റ പോലെയുള്ള ഡെവലപ്മെന്റ് നിങ്ങൾ ചെയ്യണം. അതുകൊണ്ട് ഏത് സ്റ്റേറ്റിലെ ഏത് ഗവൺമെന്റ് ഉണ്ടെങ്കിലും എനിക്കൊരു പ്രശ്നവുമില്ല.
പക്ഷേ ഗൗതം സാറേ, ഇവിടെ ഇംപ്രഷൻ എന്താണെന്ന് വെച്ചാൽ എവിടൊക്കെ മോഡിയുടെ ഗവൺമെന്റ് ഉണ്ടോ അവിടെയാണ് താങ്കൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതെന്ന്, എവിടെ BJP ഉണ്ടോ അവിടെയാണ് താങ്കൾക്ക് അധിക പ്രോജക്റ്റ് ലഭിക്കുന്നതെന്ന്. ഞാൻ അത് തന്നെയാ തിരിച്ചും പറയുന്നത്. ഇന്ന് അദാനി ഗ്രൂപ്പ് 24 സ്റ്റേറ്റിൽ ഞാൻ നല്ല സന്തോഷമായിട്ടാണ് പണിയെടുക്കുന്നത്. അവിടെ എല്ലായിടത്തും BJP ഗവൺമെന്റ് ഇല്ലല്ലോ. ഞാൻ തിരിച്ചും പറയാണ്, യാതൊരു ഗവൺമെന്റും ഞങ്ങൾക്ക് ഒരു ടോർച്ചറും തരുന്നില്ല. പകരം അവര് ഞങ്ങളെ എന്റെ help ആ അടുത്ത് ഫിഗർ ചെയ്യുന്നത്. ഉണ്ട്. ആന്ധ്രാപ്രദേശിൽ 50,000 crore, ഒഡീസയിൽ 57,000 crore, വെസ്റ്റ് ബംഗാളിൽ 35,000 crore. പക്ഷെ ഇതൊക്കെ കണ്ടതിന് ശേഷം ജനങ്ങൾ പറയുന്നത് മോദി അഡാനിയുടെ വാച്ച്മാൻ ആണെന്നും, ജനങ്ങൾ എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ അഡാനിയെ സൃഷ്ടിച്ചത് മോഡിയാണെന്നും. നോക്കൂ, വളരെ കുറച്ച് ആൾക്കാരെ ഇങ്ങനത്തെ സ്റ്റേറ്റ്മെന്റ് ഒക്കെ വെളിയിൽ വിടത്തുള്ളൂ. അവർക്കെല്ലാവർക്കും മോദിജിയുമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ കാണുമായിരിക്കും, ഐഡിയോളജിക്കലി എന്തെങ്കിലും പ്രശ്നങ്ങൾ കാണും. പക്ഷെ ഞാൻ എൻ്റെ അനുഭവം എന്താന്ന് പറയാം. നമ്മുടെ കൂടുതൽ ജനങ്ങളും അവർക്ക് മോദിയുടെ ആവശ്യമുണ്ട്, എന്നിട്ട് അദാനിയുടെ ഡെവലപ്മെന്റും വേണം. അതേമാതിരി അദാനിയുടെ ഡെവലപ്മെന്റ് മോഡലില് അവർക്ക് യാതൊരു കുറ്റവും കണ്ടുപിടിക്കാനില്ല. അപ്പോൾ ഈ കാര്യം സത്യമാണോ? ആദ്യമായി താങ്കൾ ഇൻവെസ്റ്റ് ചെയ്തത് അത് മുന്ദ്ര പോർട്ട്, താങ്കളുടെ പോർട്ട്, അതിനുവേണ്ടി നരേന്ദ്രമോദി താങ്കൾക്ക് സ്ക്വയർ ഫീറ്റിന് 1 രൂപയ്ക്ക് നിലം നൽകിയെന്ന് കേട്ടു. 1 രൂപയ്ക്ക് അദ്ദേഹം എനിക്ക് തന്ന നിലമുണ്ടല്ലോ. ഒരു കാര്യം പറഞ്ഞ രജത്ജി, അത് ശരിക്കുള്ള ഒരു ലാൻഡ് ഒന്നും അല്ലായിരുന്നു രജത്ജി. ഈ കടലിലെ വെള്ളം അകത്തേക്ക് കയറി വരുമ്പോൾ, ഈ സീയുടെ ഹൈറ്റൈറ്റ്സ് ഒക്കെ വരുമ്പോൾ അത് വെള്ളത്തിൻ്റെ അകത്തേക്ക് അങ്ങ് പോകും. ഞങ്ങൾ ഏകദേശം 10 ഫീറ്റിലേക്ക് 3-4 മീറ്റർ വരെ ഞങ്ങൾ ഏകദേശം റീക്ലമേഷൻ ചെയ്യേണ്ടി വന്നു. ആ റീക്ലമേഷൻ്റെ കോസ്റ്റ് ലാൻഡിൻ്റെ കോസ്റ്റിനെ കാട്ടി കൂടുതലാണ് വന്നത്. ഇന്നും നിങ്ങൾ മുന്ദ്ര പോർട്ടിനെ പറ്റി സംസാരിക്കുന്നുണ്ടെങ്കിൽ കാരണം അതൊരു യുണീക്ക് എക്സാമ്പിളാണ്. ഞങ്ങൾ ഫാമേഴ്സിൻ്റെ അടുത്തുനിന്ന് 1 ഏക്കർ ഭൂമി പോലും കൈപ്പറ്റിയിട്ടില്ല. ഞങ്ങൾ ആ ഭൂമിയിൽ കഷ്ടപ്പെട്ട് ഒരു പോർട്ട് കെട്ടിയത് കാരണമാണ് അവിടുത്തെ ലാൻഡ് വാല്യൂ ഇന്ന് റൈസ് ആയിരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങളെ കുറ്റം പറയുന്നതിന് മുമ്പ് ഒന്ന് മനസ്സിലാക്കുക, ആ ലാൻഡ് ഞങ്ങൾക്ക് തരുന്നതിന് മുമ്പ് അത് ഡെവലപ്പ് ആയിട്ടുണ്ടായിരുന്നില്ല. ഇന്നത്തെ ലാൻഡ് വാല്യൂ നോക്കിയിട്ട് ഞങ്ങളെ കുറ്റം പറയുന്നത് അത്ര നല്ല കാര്യമൊന്നുമല്ല. ഇറ്റ്സ് നോട്ട് ഫെയർ. താങ്കളുടെ സുഹൃത്ത് പറയുന്നു ആ ലാൻഡ് ഡെവലപ്പ് ആകുമ്പോൾ നിങ്ങൾ രാവിലെ 4 മണിക്ക് എഴുന്നേറ്റ് ഒരു വണ്ടിയിൽ കയറി കഷ്ടപ്പെട്ട് ആ സ്ഥലത്തേക്ക് എത്തുമെന്ന്. രജത് ഭായ്, അതെന്താന്ന് വെച്ചാ നിങ്ങൾ നല്ലവണ്ണം കഷ്ടപ്പെട്ട് അതിൻ്റെ കൂടെ പോയി നിന്നാൽ മാത്രമേ ഇൻഫ്രാസ്ട്രക്ചറിനെ ഡെവലപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾ അതിനു വേണ്ടി വേർപ്പൊഴുക്കണം. അതിനുവേണ്ടി ഞാൻ തനിച്ചല്ല, എൻ്റെ കൂടെ എൻ്റെ സ്റ്റാഫ്സ് എല്ലാവരും ചേർന്നാണ് ജോലി ചെയ്തത്. മനസ്സിലാക്കൂ, അങ്ങനെയാണ് ഈ മുന്ദ്ര പോർട്ട് ഉണ്ടായത്. ഞാൻ അത് കാരണം ഇന്ന് സന്തുഷ്ടനാണ്. ഞങ്ങൾ എത്രത്തോളം ഡെവലപ്പ് ചെയ്തു എന്ന് വെച്ചാൽ, അതായത് 10 വർഷത്തിൽ ഇന്ത്യയുടെ ഏറ്റവും വലിയ പോർട്ട് ഇതാണ്. അവിടെ ഗവൺമെന്റിന് ഒറ്റ പൈസയുടെ ചെലവ് പോലും ഞാൻ വച്ചിട്ടില്ല. റോഡ് ഞങ്ങളാ കണക്ട് ചെയ്ത് കൊടുത്തത്. എന്നിട്ട് 100 മീറ്ററിന് പ്രൈവറ്റ് റെയിൽ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. എയർപോർട്ട് കെട്ടിക്കൊടുത്തു. സർക്കാർ വെറും നിലവും ഡെവലപ്മെന്റ് റൈറ്റ്സും തന്നിട്ടുണ്ട്, വേറെ ഒന്നും തന്നിട്ടില്ല. പക്ഷെ ഒരു കാര്യം പറയണം, എപ്പോഴൊക്കെ ഞങ്ങൾക്ക് പെർമിഷന്റെ ആവശ്യം വന്നോ അപ്പോൾ ഗുജറാത്തിലുണ്ടായിരുന്ന ഏത് ഗവൺമെന്റ് ആയിരുന്നോ അവർ ഞങ്ങൾക്ക് നല്ല സപ്പോർട്ട് ചെയ്തു. ഇതാ നോക്കൂ, ഏത് ഗവൺമെന്റ് ആയാലും അവർ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്തു. അതുകൊണ്ടാണ് ജനങ്ങൾ പറയുന്നത് ഗുജറാത്തിൽ ഹിമന്ത് ഭായ്, കേശുഭായ്, നരേന്ദ്രഭായ്, എല്ലാവരുടെയും ഭായ് ഗൗതം ഭായ്. ഇങ്ങോട്ട് നോക്കൂ രജത് ഭായ്, ഒരു കാര്യം പറയട്ടെ. ഇത് അദാനി ഗ്രൂപ്പിന്റെ അനുഭവമല്ല, ഇത് ഗുജറാത്തിലുള്ള എല്ലാ വ്യവസായ പ്രമുഖരുടെയും എല്ലാവരുടെയും ഒരേ അനുഭവമാണ്. കാരണം ഗുജറാത്തിലുള്ള ഗവൺമെന്റ് ഈ സമയം മാത്രമല്ല, പണ്ട് മാധവൻ സാർ ഉണ്ടായിരുന്ന ആ സമയത്ത് പോലും അവര് ഇൻഡസ്ട്രി ഫ്രണ്ട്ലി ആയിരുന്നു. അവിടെ പുതിയതായിട്ടിട്ട നിയമങ്ങളെല്ലാം പുതിയ ഇൻഡസ്ട്രിയലിസ്റ്റിനെ അങ്ങോട്ടേക്ക് അട്രാക്ട് ചെയ്യാനുള്ളതായിരുന്നു. അല്ലെങ്കിൽ ഗുജറാത്തിൽ ഒരു റിസോഴ്സസും ഉള്ള സ്ഥലമല്ല. എല്ലാ 4 വർഷത്തിലൊരിക്കലും വരൾച്ച വരുന്ന ഒരു ഭൂമിയാണ്. നർമ്മദയിലെ വെള്ളം അകത്ത് വരുന്നതിന് മുമ്പ് വളരെ മോശമായിരുന്നു അവിടുത്തെ നില. ഇത്രയും പ്രശ്നങ്ങളുടെ നടുക്കും അവർ ഇൻഡസ്ട്രിയലൈസേഷനിൽ വളരെ മുന്നിലായിരുന്നു. ഞാൻ ജനിക്കുന്നതിന് മുമ്പ് തന്നെ നോക്കിയാൽ ഗുജറാത്ത് സൂപ്പറായിരുന്നു. അതുകൊണ്ട് കാരണം എന്താന്ന് വെച്ചാ ഈ അദാനിക്ക് വേണ്ടി ആരോ സ്പെഷ്യലായിട്ട് ഫേവർ ചെയ്തു എന്ന് പറയുന്നത്. താങ്കൾ കൃഷിക്കാരുടെ 1 ഇഞ്ച് സ്ഥലം പോലും വാങ്ങിയിട്ടില്ലെന്ന് ഇപ്പോൾ പറഞ്ഞു. കുറച്ചുനാൾ മുമ്പ് അരവിന്ദ് കെജ്രിവാൾ ഗുജറാത്തിലേക്ക് പോയിരുന്നു. പല പ്രാവശ്യവും പോയിട്ടുണ്ട്. അദ്ദേഹം എന്താണ് പറഞ്ഞതെന്ന് വെച്ചാൽ, ഏത് കൃഷിക്കാരന് ഏക്കറിന് 50 ലക്ഷം രൂപ ലഭിക്കണമോ ആ സ്ഥലത്തിന് നിങ്ങൾ 1 ലക്ഷം രൂപ വെച്ചാണ് നൽകിയതെന്ന് അദ്ദേഹം പറയുന്നു.
രജത് ഭായ് ഇങ്ങനെ കുറ്റങ്ങളൊക്കെ പറയുന്നുണ്ടെങ്കിൽ ഫർഗെറ്റ് അബൌട്ട് കേജ്രിവാൾ. ഒരു ഫാർമർ തന്നെ വന്ന് പറഞ്ഞിട്ടുണ്ടാവുമല്ലോ. പക്ഷേ ഇന്ന് വരെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ അല്ലെങ്കിൽ വായിച്ചിട്ടുണ്ടോ ഏതെങ്കിലും ഒരു ഫാർമർ ഞങ്ങൾക്ക് എതിരായി വന്ന് ഗുജറാത്തിൽ അക്വസിഷൻ നടന്നെന്ന് കുറ്റം പറഞ്ഞിട്ടില്ല? താങ്കളെ കണ്ട് പേടിച്ചതായിരിക്കും. ഇന്ന് വരെ ഞങ്ങൾ മുന്ദ്ര പോർട്ട് കെട്ടാൻ വേണ്ടി ലാൻഡ് അക്വയർ ചെയ്തിട്ടില്ല. ഞങ്ങൾക്ക് കിട്ടിയ ലാൻഡെല്ലാം ഗവൺമെന്റ് സർവേ ചെയ്തുണ്ടാക്കിയ ലാൻഡുകളാണ്. അതിന്റെ മുകളിലേക്ക് കടൽ വെള്ളം അകത്തേക്ക് അങ്ങ് കയറി വരും. ആ സ്ഥലമാണ് ഞങ്ങൾ റിക്ലമേഷൻ ചെയ്ത് ഡെവലപ്മെന്റ് കൊണ്ടുവന്നത്. അന്ന് ഞങ്ങൾ അത്രയും ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത് പോർട്ട് കെട്ടിയത് കാരണമാണ് ഇന്ന് അവിടുത്തെ ലാൻഡ് വാല്യൂ വളരെ ഹൈ ആയിരിക്കുന്നത്. ആകാശം തൊട്ടെന്നാ തോന്നുന്നത്. അതിന്റെ ലാഭം മുഴുവനായിട്ട് ഇന്ന് ആ ഫാമേഴ്സിന് കിട്ടുന്നുണ്ട്. ഇന്നൊരു കാര്യം ആലോചിച്ചു കഴിഞ്ഞാൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. അതായത് അദാനി ഗ്രൂപ്പ് കാരണം മുന്ദ്രയില് എന്താണ് ഇത്രയും ഡെവലപ്മെന്റ് ചെയ്യാൻ കാരണമെന്ന് വെച്ചാൽ ആ ഏരിയയിൽ ചുറ്റിയുള്ള എല്ലാ ഫാമേഴ്സിന്റെ കൂടെയും അവരുടെ കമ്മ്യൂണിറ്റീസിന്റെ കൂടെയും ചേർന്നാണ് ഞങ്ങൾ ഡെവലപ്മെന്റ് ചെയ്യുന്നത്. ഗുജറാത്തിലുള്ള കൃഷിക്കാരോട് ഞാൻ ഇതുവരെ സംസാരിച്ചിട്ടില്ല. പക്ഷെ ദില്ലിയിൽ ഒരു പോരാട്ടം നടന്നിരുന്നു. അവർ പറഞ്ഞത് മോഡി ഒരു 3 കൃഷി നിയമങ്ങൾ കൊണ്ടുവന്നിരുന്നു എന്ന്. അത് താങ്കളുടെ ലാഭത്തിനു വേണ്ടിയാണെന്ന്. ഇവിടെ നോക്കൂ രജത് ഭായ്, നിങ്ങൾ സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ആ കൃഷിയിൽ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള റിസോഴ്സസേ ഉള്ളൂ. അത് വളരെ കുറച്ചേ ഉള്ളൂ. ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യക്ക് വേണ്ടി ഞങ്ങളൊരു വെയർഹൗസ് കെട്ടിക്കൊടുത്തു. ആ വെയർഹൗസിനകത്തുള്ള എല്ലാ വീടുകളും അദാനി ഗ്രൂപ്പ് മേടിച്ചതൊന്നുമല്ല. അതിന്റെ ഓണർ ഞങ്ങളാണെന്നും പറഞ്ഞിട്ടില്ല. അവിടെ ഫുഡ് കോർപ്പറേഷൻ വന്ന് ഫാമേഴ്സിന്റെ കയ്യിൽ നിന്ന് ചെറിയ റേറ്റിന് മേടിച്ച് അവിടെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ബിലോ പോവർട്ടി ലൈനിലുള്ള ആൾക്കാർക്ക് വേണ്ടി അവരതിൽ നിന്നെടുത്ത് സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഞങ്ങൾ ഇൻഫ്രാസ്ട്രക്ചർ മാത്രമേ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളൂ. അതെന്താണെന്ന് വെച്ചാൽ ഈ ഇൻഫർമേഷൻ താങ്കൾ നേരത്തെ അറിഞ്ഞിരുന്നു എന്ന്. അതായത് ഒരു ബില്ല് വരാൻ പോകുന്നു, താങ്കൾ ഉടൻ തന്നെ ഒരു ഇൻഫ്രാസ്ട്രക്ചർ റെഡിയാക്കുക, അങ്ങനെ തന്നെ ഒരു കോൾഡ് സ്റ്റോറേജ് റെഡിയാക്കണം. അങ്ങനെയാണ് താങ്കൾക്ക് ലാഭം കിട്ടിയതെന്ന്. ഇത് നോക്കൂ, ഇതൊന്നും ശരിയായിട്ടുള്ള കാര്യങ്ങളല്ല. ഫാർമറിന്റെ കയ്യിലാണ് പ്രോഡക്റ്റ് ഉള്ളത്. അതിനുള്ള ഡിമാൻഡ് മാർക്കറ്റിൽ എന്താണെന്ന് അദ്ദേഹത്തിന് അറിയില്ല. അദ്ദേഹത്തിന്റെ പ്രോഡക്റ്റ് വെളിയിൽ വരുന്നതിനിടയ്ക്ക് മാർക്കറ്റ് ഡ്രോപ്പ് ആവും. സ്റ്റോറേജ് ചെയ്യാനും സ്ഥലം കാണത്തില്ല. പക്ഷേ ആ കൃഷി നിയമം പ്രാബല്യത്തിൽ വന്നിരുന്നെങ്കിൽ താങ്കൾക്ക് അതുകൊണ്ട് ലാഭം ലഭിച്ചിരിക്കുമോ? എനിക്ക് അറിഞ്ഞിടത്തോളം ഇതൊരു നല്ല നിയമമാണ്. അദാനി ഗ്രൂപ്പിന് ലാഭം കിട്ടുന്ന കാരണത്താലാണ് ഞാനിങ്ങനെ സംസാരിക്കണമെന്ന് നിങ്ങൾ വിചാരിക്കരുത്. അതങ്ങനെയല്ല. ഞാൻ ജെന്യുവനായിട്ട് ഒരു സിറ്റിസൺ ആയിട്ട് ഈ കാര്യം പറയാണ്. ഞാൻ ആദ്യം ഇന്ത്യയുടെ ഒരു സിറ്റിസൺ ആണ്, എന്നിട്ടാണ് എനിക്ക് അദാനി ഗ്രൂപ്പൊക്കെ വരുന്നത്. സോ എനിക്ക് അറിഞ്ഞിടത്തോളം ഇതൊരു നല്ല നിയമമാണ്. അതിലേക്ക് ആൾക്കാർ വേണ്ടാതെ പോളിറ്റിക്സ് ഒക്കെ കൊണ്ടുവന്ന് വെറുതെ ഇതിനെ നശിപ്പിച്ചു കളഞ്ഞു. കാരണം നമ്മുടെ നാടിന്ന് എങ്ങനെയാ പറയാ, നമ്മുടെ നാട്ടില് 40 to 50% വരൾച്ച ഭൂമിയാ. കാരണം നമ്മൾ ഡയറക്റ്റായിട്ടോ ഇൻഡയറക്റ്റ് ആയിട്ടോ കൃഷിയെ വിശ്വസിച്ചാണ് ജീവിക്കുന്നത്. അതുമാത്രമല്ല, നമ്മുടെ നാട് വളരെ സ്ട്രോങ് ആണ്. സ്ട്രോങ് എന്ന് പറഞ്ഞാൽ എങ്ങനെ പറയാനാ, ഇന്ത്യക്ക് മാത്രമല്ല ലോകം മുഴുവൻ നമുക്ക് ഇന്ന് ഫുഡ് സപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ട്. അത് നമ്മൾ സ്ട്രോങ് ആയിട്ട് വയ്ക്കണമെങ്കിൽ ഇവിടെയുള്ള മേജർ പ്രോബ്ലം ഇൻഫ്രാസ്ട്രക്ചർ ഡെഫിഷ്യൻസിയാണ്. റെയിൽവേ വഴി സാധനങ്ങൾ വന്ന് ചേരുന്നില്ല, കോൾഡ് സ്റ്റോറേജുകളില്ല, വെയർഹൗസുകളില്ല. അപ്പോൾ ഒരു സൈഡ് നോക്കുമ്പോൾ അവർ വളരെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം അവർക്ക് നല്ല സാധനങ്ങൾ കിട്ടുന്നില്ല, എന്നിട്ട് ഫാർമേഴ്സിന് കിട്ടാനുള്ള പൈസയും കിട്ടുന്നില്ല. അത് കാരണം നല്ല നിയമങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ അദാനി ഗ്രൂപ്പ് അവരുടെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ഇനിയും ഇൻവെസ്റ്റ് ചെയ്യാൻ റെഡിയാണ്. ഇന്ന് ഞാൻ നിങ്ങൾക്കൊരു കാര്യം പറയാം. ഇന്ന് ഞങ്ങൾ പോർട്ടുകൾ കെട്ടാൻ തുടങ്ങി, എയർപോർട്ടുകൾ കെട്ടിക്കൊണ്ടിരിക്കുക, റോഡുകൾ കെട്ടിക്കൊണ്ടിരിക്കുന്നു, പവർ ഹൗസ് കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം അദാലിയുടെ ഫാമിലിക്കോ അദാലിയുടെ കമ്പനിക്കോ വേണ്ടി ഉണ്ടാക്കിയ സാധനങ്ങളൊന്നുമല്ല. ഇത് നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. ഇന്ന് ആ ജനങ്ങൾ കണ്ണുകൊണ്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. എനിക്കറിയാം 15 വർഷത്തിന് മുമ്പ് നമ്മൾ ഇലക്ട്രിസിറ്റിക്ക് വേണ്ടി കഷ്ടപ്പെട്ടത്. നിങ്ങളുടെ നോയിഡയിലും ഇടയ്ക്കിടയ്ക്ക് കറണ്ട് കട്ടൊക്കെ അല്ലേ. പക്ഷേ ഇന്ന് നോക്കിയേ, നിങ്ങൾക്ക് എല്ലാ സാധനവും കിട്ടുന്നുണ്ട്. ഇന്ന് എയർപോർട്ടിൽ കുറേ സൗകര്യങ്ങളുണ്ട്, നല്ല നല്ല റോഡുകളുണ്ട്. അതുകൊണ്ട് ഇൻഫ്രാസ്ട്രക്ചറാണ് ഒരു നാട്ടിനെ മുന്നോട്ട് നയിക്കുന്നത്. അതേപോലെ ഇങ്ങോട്ടേക്ക് നോക്കൂ, കുറേ യങ്സ്റ്റേഴ്സ് ഇരിപ്പുണ്ട്. അവരും കുറേ സ്വപ്നങ്ങളോട് ജീവിക്കുകയാണ്. ഇവിടെ കുറേ ജോലി സാധ്യതകൾ കൂടുന്നുണ്ട്. ഇതെല്ലാം നാട്ടിനെ മുന്നോട്ട് നയിക്കാനുള്ള കാര്യങ്ങളാണ്. അതിൻ്റെ കൂടെ തന്നെ ഇൻഫ്രാസ്ട്രക്ചറും വളരണം എന്നാണ് ഞാൻ പറയുന്നത്, അല്ലാതെ ഒരു വഴിയുമില്ല. താങ്കൾ ധാരാളം കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ്, എയർപോർട്ടുകൾ, പോർട്ടുകൾ, അങ്ങനെ പല കാര്യങ്ങളും. മോഡിജി താങ്കൾക്ക് എന്തെങ്കിലും സഹായം ചെയ്തോ? നിങ്ങൾക്ക് മോദിജിയുടെ അടുത്ത് പോയി
യാതൊരു പേഴ്സണൽ ഹെൽപ്പും ചോദിക്കാൻ പറ്റില്ല. നമ്മുടെ നാടിനെ കുറിച്ച് വേണമെങ്കിൽ നിങ്ങൾക്ക് സംസാരിക്കാം. നാട്ടിനെ മുന്നോട്ട് നയിക്കാൻ, നാടിനെ നന്നായിട്ട് മുന്നോട്ട് നയിക്കാൻ വേണ്ടി ഗ്രൗണ്ട് ലെവലിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് അദ്ദേഹത്തിന്റെ അടുത്ത് ചോദിക്കാം. നിങ്ങളൊരു നല്ല വഴി ഉണ്ടാക്കി കൊടുക്കൂ. അത് ഉപയോഗപ്പെടുന്നത് അദാനിക്ക് മാത്രമല്ല, മറ്റുള്ളവർക്കും അത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. അതുവഴി നിങ്ങൾക്ക് സംസാരിച്ച് നിങ്ങളുടെ ബിസിനസ്സിനെയും വളർത്താൻ കഴിയും. എന്റെ ലൈഫിൽ ഒന്ന് തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ എന്റെ ലൈഫിൽ കിട്ടിയ ബ്രേക്ക് ഉണ്ടല്ലോ, അതാദ്യം രാജീവ് ഗാന്ധിയുടെ ഗവൺമെന്റ് തന്നതാ. അതിലാണ് ഗ്ലോബൽ ട്രേഡ് ആൻഡ് ഹൗസ് തുടങ്ങിയത്. രണ്ടാമത്തെ ബ്രേക്ക് ഞങ്ങൾക്ക് കിട്ടിയ സമയം അപ്പോൾ നരസിംഹറാവുവിന്റെ ഗവൺമെന്റ് ആയിരുന്നു. അദ്ദേഹം പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പ് വഴി ഡെവലപ്മെന്റ് കൊണ്ടുവന്നു. ഇൻഡസ്ട്രിയലൈസേഷൻ അദ്ദേഹം പുതിയൊരു വഴിയാണ് ഉണ്ടാക്കി തന്നത്. മൂന്നാമത്തത് കേശുഭായിന്റെ ഗവൺമെന്റ് ആണ്. നിങ്ങൾ പറയുന്നതൊക്കെ ശരിയാണ്. മോദിജിയും അപ്പോഴൊക്കെ ആ സമയം മോദിജിയെ പറ്റി പറയണമെങ്കിൽ 12 വർഷം അദ്ദേഹം CM ആയിരുന്നു. ഇന്ന് ഞാൻ വളരെ അഭിമാനത്തോടെ പറയും, എനിക്കൊരു നല്ല അനുഭവം നമ്മുടെ മോദി ഗവൺമെന്റിന്റെ കയ്യിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. പക്ഷെ ജനങ്ങളുടെ മനസ്സിൽ എന്താണ് സംശയം എന്ന് വെച്ചാൽ, നമ്മുടെ അഡാനി മാത്രമേ പണക്കാരനാകുകയുള്ളൂ അതോ ദേശവും അഭിവൃദ്ധി പ്രാപിക്കുമെന്നും. നോക്കൂ, നാടിന്ന് വളരെ മുന്നേറി വന്നിട്ടുണ്ട്. എന്റെ കണ്ണിന്റെ മുമ്പിൽ കാണുന്നുണ്ട്. ആദ്യം $1 ട്രില്യൺ ആയിരുന്നു എക്കോണമി നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം. അതെങ്ങനെയാ പറയുക, അതായത് 75 വർഷങ്ങൾക്ക് ശേഷം 58 വർഷത്തിന് 1 ട്രില്യൺ എക്കോണമി ആയിരുന്നു. ഇക്കോണമി ഉണ്ടായി. അത് കഴിഞ്ഞ് അടുത്ത ട്രില്യൺ എക്കോണമി എത്താൻ വേണ്ടി 12 വർഷം എടുത്തു. അടുത്ത ട്രില്യൺ 5 വർഷത്തിൽ വന്നു. അന്ന് മുതൽ ഞാനും നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നാട്ടിലുള്ള യങ്സ്റ്റേഴ്സ് വളരെ ഊർജമുള്ളവരാണ്. അതുമാത്രമല്ല, നമ്മുടെ നാട് ഇന്ന് വേൾഡ് വൈഡ് നോക്കിക്കഴിഞ്ഞാൽ ഒരു നല്ല പൊസിഷനിലാണ് ഉള്ളത്. ഇന്നീ $3 ട്രില്യൺ എക്കോണമി 2050 $30 ട്രില്യൺ കടത്തിവെട്ടി പോകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ ഈ 30 ട്രില്യൺ എക്കോണമി എന്താണത് കാണിക്കുന്നത്? നിങ്ങളുടെ ഇൻകം നന്നായിട്ട് വർദ്ധിക്കുന്നുണ്ട്. ഈ ഡെവലപ്മെന്റ് കാരണമാണ് എംപ്ലോയ്മെന്റും കൂടാൻ പോകുന്നത്. മനസ്സിലായോ? സോ നമ്മുടെ നാട് ഇത്രയും വേഗത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ, അതായത് നല്ല വേഗത്തിൽ പോകുമ്പോൾ, ഗവർണൻസും നന്നായിട്ട് കൂടുന്നുണ്ട്. അത് കാരണം ആര് വിചാരിച്ചാലും ഇതിനെ നിർത്താൻ പറ്റില്ല. ഒരുപാട് പേർ താങ്കളെപ്പോലെ ആകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അവരോടൊക്കെ നിങ്ങൾക്കുള്ള അഡ്വൈസേഴ്സ്? ഇത് നോക്കിക്കോളൂ, ഈ കൺട്രി നിങ്ങൾക്ക് നിറയെ ഓപ്പർച്യൂണിറ്റീസ് തരുന്നുണ്ട്. ഇത് നിങ്ങൾ നന്നായിട്ട് ജഡ്ജ് ചെയ്യാൻ പഠിക്കണം. അതിന് കൂടുതലായി കഠിനാധ്വാനം ചെയ്യണം. അതായത് ഷോർട്ട് കട്ടിൽ സക്സസ്ഫുൾ ആകാൻ കഴിയുമെന്നുള്ളത് നിങ്ങളുടെ മൈൻഡിൽ നിന്ന് മാറ്റിക്കളയണം. എല്ലാവരെ കൊണ്ടും സക്സസ്ഫുൾ ആകാൻ കഴിയും. ചിലർ പെട്ടെന്നാവും, ചിലർക്കാണെങ്കിൽ അതിനു വേണ്ടി കുറച്ച് സമയമെടുക്കാറുമുണ്ട്. അതേപോലെ നിങ്ങളുടെ ഗോൾ എന്താണോ അതിനു വേണ്ടി പ്രയത്നിക്കണം. എന്നാലേ കുറച്ച് നാൾ കഴിയുമ്പോൾ നിങ്ങൾക്ക് സക്സസ്ഫുൾ ആകാൻ കഴിയൂ. ഇതിൽ ഒരു ഡൗട്ടും വേണ്ട. നിങ്ങളുടെ മനസ്സിൽ ആ ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കണം. എന്തെങ്കിലുമൊക്കെ ചെയ്ത് ആരെങ്കിലും പോലെയൊക്കെ ആവാൻ കഴിയുമെന്ന് വിചാരിക്കരുത്. അങ്ങനെയൊന്നും അത് വർക്കൗട്ട് ആവത്തില്ല. നിങ്ങളുടെ മനസ്സിൽ എന്തിനാണോ ഇൻട്രസ്റ്റ് ഉള്ളത് ആ കാര്യം കൂടുതൽ പ്രയത്നിക്കുക. താങ്കളുടെ സുഹൃത്തുക്കളില്ലേ, അവര് താങ്കളെ ഗൗതം കൊടുങ്കാറ്റെന്ന് വിളിക്കാറുണ്ട്. അവരവരുടെ ഇഷ്ടത്തിന് എന്തെങ്കിലും പേരൊക്കെ വെച്ചിട്ട് പോവും. പക്ഷേ ഞാൻ അതിന് അത്ര കാര്യമാക്കത്തില്ല. താങ്കൾ കൊടുങ്കാറ്റിനെ പോലെയല്ല, താങ്കൾ തന്നെ ഒരു കൊടുങ്കാറ്റാണ്. നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ?